ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, സാധാരണയായി ഖുർആൻ ആയത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടാതെ പോയാൽ നമ്മൾ പറയാറുണ്ട്, അത് ഞാൻ മറന്നുപോയി എന്ന്. മറന്നുപോയി എന്ന് പറയാൻ പാടില്ല എന്നാണ്. ആ പദപ്രയോഗം ശരിയല്ല, അനുയോജ്യമായതല്ല എന്നാണ്. പിന്നെ എന്താണ് പറയേണ്ടത്? മറപ്പിക്കപ്പെട്ടു, ഉൻസീതു ഔ നുസീതു, അങ്ങനെയാണ് പറയേണ്ടത് എന്നാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ അവർ പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ രാത്രി ഖുർആൻ ഓതുന്നത് കേട്ടു. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, ഇർഹമുല്ലാ ഇർഹംഹുല്ലാ, അള്ളാഹു അയാൾക്ക് അനുഗ്രഹം ചൊരിയട്ടെ. എനിക്ക് മറപ്പിക്കപ്പെട്ട ഒരു സൂക്തം അതിലൂടെ ഓർമ്മ വരികയുണ്ടായി. ഇന്ന സൂറത്തിലെ ഇന്ന സൂക്തങ്ങൾ എനിക്ക് മറപ്പിക്കപ്പെട്ടിരുന്നു, അതെനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാളും തന്നെ ഇന്ന ആയത്തുകൾ ഞാൻ നസീത്ത്, മറന്നുപോയി എന്ന് പറയരുത്. അതെത്ര മോശമാണ് അങ്ങനെയുള്ള സംസാരം. ബൽഹുവ നുസിയ, അല്ലെങ്കിൽ പറയേണ്ടത് മറപ്പിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഖുർആൻ ഞാനത് മറന്നുപോയി എന്നല്ല നമ്മൾ പറയേണ്ടത്, എനിക്കത് മറപ്പിക്കപ്പെട്ടു എന്നാണ് പദപ്രയോഗം നടത്തേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മര്യാദയാണെന്ന് അറിയുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.